ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് Insta360 ONE RS 10 എഡിഷനാണ് കേട്ടോ. 10 എഡിഷൻ എന്ന് പറയുമ്പോൾ 4K അതേപോലെ തന്നെ Insta360 ലെൻസ് രണ്ടും കൂടിയാണ്. ഇത് എനിക്കൊരു ഓഫറിൽ കിട്ടിയതാണ് കേട്ടോ. ഓഫർ എന്ന് വെച്ചാൽ ഇത് ഈ ഒരു ഫുൾ കിറ്റിന് 1600 റിയാൽ, ഏകദേശം നാട്ടിലെ ഒരു 33 രൂപേൻ്റെ അടുത്ത് വരും. ഞാൻ ഇവിടുന്ന് സൗദിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. ആമസോണിൽ നിന്നാണ്. ആമസോണിൽ ഓഫർ കണ്ടപ്പോൾ വാങ്ങിച്ചെന്നുള്ളൂ. അത്യാവശ്യം നല്ല റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നല്ല ആക്ഷൻ സീൻസ് ഒക്കെ എടുക്കാൻ നല്ല ഉഷാറാണ്. നോർമൽ ഒരു ബഡ്ജറ്റായിട്ടുള്ള ഒരു 2 ക്യാമറയും കൂടി കിട്ടുന്ന ഒരു ഏറ്റവും ബഡ്ജറ്റായിട്ടുള്ള ഒരു ക്യാമറ ഇതാണ് Insta360. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ലൊരു ഉപകാരത്തിൽപ്പെടുന്ന ഒരു സാധനമാണ്. എന്നാൽ നമുക്കിതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം എന്തൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത്. ഓക്കെ, ആദ്യം ബോക്സ് ഓപ്പൺ ആക്കുമ്പം ബോക്സ് ഏതായാലും മാറ്റി വെക്കാം. Insta360 ഒരു എംബ്ലം കൊടുക്കേണ്ട സ്റ്റിക്കറാണ്. ഇതിപ്പോൾ അവിടെ നിൽക്കട്ടെ, എല്ലാം അവിടെ നിൽക്കട്ടെ. ഓക്കെ, പിന്നെ ബാറ്ററി ഉണ്ട്. ബാറ്ററി 1445 mAh ബാറ്ററിയാണ്. അത്യാവശ്യമൊക്കെ ബാറ്ററി ഈ ക്യാമറയ്ക്ക് അനുസരിച്ചുണ്ട്. ഇതാണ് 360 ഡിഗ്രി ക്യാമറൻ്റെ ലെൻസ്. ഇതിൽ മറ്റേ സാധനം അറ്റാച്ച് ചെയ്യലാണ്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതാണ് മെയിനായിട്ടുള്ള ഭാഗങ്ങൾ. ഇതാണ് 4K ലെൻസ്. 4K ലെൻസ് 48 മെഗാ പിക്സൽ, ആക്റ്റീവ് HDR ഒക്കെ സപ്പോർട്ടിങ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ ബൂസ്റ്റ് ലെൻസ് എന്ന് പേരെടുത്താണ് 4K. f2.4 16 mm ആണ് ഇതിൻ്റെ ഫോക്കൽ ലെങ്ത്. പിന്നെ ഫ്ലോ സ്റ്റെബിലൈസേഷനാണ് ഇതിൽ കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല റേഞ്ച് തന്നെയാണ് സ്റ്റെബിലൈസേഷൻ ഇതിൽ കാണിക്കുന്നത്. നമുക്ക് വീഡിയോയിലൊക്കെ ഒന്ന് നോക്കാം. പിന്നെ ഇതാണ് ഇതിൻ്റെ മെയിൻ കോറ് ഭാഗം. ഇതിൻ്റെ തലച്ചോറാണിത്. 1RSൻ്റെ ഇത് കൊടുത്തത്. ഇതിന് മൈക്ക്, ഇവിടെ ഒരു മൈക്കുണ്ട്. പിന്നെ ഇവിടെ മേൽഭാഗത്തൊരു മൈക്കുണ്ട്. ഇതാണ് ഇതിൻ്റെ പവർ സ്വിച്ച്. ഇതാണ് ഇതിൻ്റെ റെക്കോർഡ് ബട്ടൺ. ഓക്കെ, ഇവിടെയാണ് ചാർജിങ് വരൽ. അപ്പോൾ നമ്മളിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ഭാഗം നോക്കാം, ഇതിലെന്തൊക്കെയുള്ളത്. ഇതിന് ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ഒരു QR കോഡ്. ഓക്കെ, അപ്പോൾ ഇതിലെന്തൊക്കെയുള്ളത് നോക്കാം. ഇവിടെയാണ് തുറക്കുന്നത്. ഇതിൻ്റെ ക്ലോത്താണെന്ന് തോന്നുന്നുണ്ട്. ഇതിന്മേൽ ബ്രാൻഡിങ്ങും കാര്യങ്ങളുണ്ട്. നല്ല സ്മൂത്തി ആയിട്ടുള്ള ഒരു റബ്ബറി ഒരു കോട്ടിങ്ങുള്ള ടൈപ്പാണ് ഈ സാധനം. ഏകദേശം ഒരു 6 ഇഞ്ച് സൈസ് വരുന്നുണ്ട്, 6-7 ഇഞ്ച് സൈസ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സാധനം തന്നെയാണ്. ഇത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ എന്താണെന്ന് നോക്കാം. ഇതാണ് ഇതിൻ്റെ കേസ് വരുന്നത്. ബ്രാൻഡിങ് ഉണ്ട്, 1RSൻ്റെ ബ്രാൻഡിങ് വരുന്നുണ്ട്. പിന്നെ റെക്കോർഡിങ്, ഇതിൻ്റെ മൈക്കിൻ്റെ ഹോള്. ഇതാണ് ഇതിൻ്റെ ഓപ്പണിങ് കാര്യങ്ങളൊക്കെ. ഇതിൽ കൂടെ കൊണ്ടുപോയാണ്ട് ക്യാമറ വെക്കുന്നു, ഇത് ലോക്കാക്കുന്നു. അതൊക്കെ ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചെയ്യലെന്നുള്ളത്. ഈ ഹോളൊക്കെ എന്തിനുള്ളതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ മൗണ്ട് ചെയ്യാനുള്ള എന്താ പറയുക പോർട്ട്. വേറെ എന്താ ഇതിലുള്ളത് നോക്കാം. ഇത് ലെൻസ് ക്യാപ്പ് ചെയ്യാനാണ്. അതായത് ഇത് 360ൻ്റെ ലെൻസിൻ്റെ ഹുഡാണിത്. ഹുഡ് പ്രൊട്ടക്ടർ, നല്ല ക്വാളിറ്റി ഉള്ള റബ്ബർ മെറ്റീരിയലാണ്. ഓക്കെ, ഇത് എന്തൊക്കെയാണെന്ന്, ഇത് അങ്ങനെ സീറ്റിംഗ് ആയി വെക്കും. അതുകൊണ്ട് ലെൻസ് വരരുത് അങ്ങനെയൊന്നും ഇല്ല. സ്ക്രാച്ച് വരാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് കമ്പനി ഇതിൻ്റെ കൂടെ തന്നെ കൊടുത്തുകൊണ്ട്
പിന്നെ ആ ലെൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലല്ലോ, ഈ ലെൻസിനെ കുറിച്ചും ഇതും സെയിം ഫങ്ഷനൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷേ ഡുവൽ ലെൻസ് ഉണ്ട്. ഓക്കെ, ഇത് f2.0 ആണ്, പിന്നെ 7.2 mm ആണ്. അപ്പോൾ ഇത് ഏറ്റവും ക്ലോസ് റേഞ്ചിലുള്ളവ വരെ ഇത് ക്യാപ്ചർ ചെയ്യാൻ ഫോക്കസ് ആവും. ഫോക്കൽ ലെങ്ത്ത് 7 ആണ് ഇതിൽ കാണിക്കുന്നത്. ഇതിന് 2 ഇത് വരുന്നുണ്ട് കണക്ടർ, അതായത് ഒരു ക്യാമറയ്ക്ക് ഒരു കണക്ടറും മറ്റൊരു ക്യാമറയ്ക്ക് മറ്റൊരു കണക്ടറാണ്. ഇത് 4K ക്യാമറയ്ക്ക് ഒറ്റ കണക്ടറേ ഉള്ളൂ. പിന്നെ കോറിന് അതായത് കോറിന് 2 കണക്ടർ വരുന്നുണ്ട്. കോറും ഇതും ഡയറക്റ്റ് ചെയ്യുമ്പോഴാണ് Insta360 ക്യാമറ വർക്ക് ചെയ്യുള്ളൂ. ഒരു ക്യാമറ മാത്രം വർക്ക് ചെയ്യണമെങ്കിൽ ഒരു ചാനലേ ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ രണ്ടും നല്ല അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഇതിൽ കാണിക്കുന്നത് ഇതിൻ്റെ കണക്ടറിൻ്റെ മറ്റേ അത് പോർട്ടാണ്, അതായത് ഈ ബോക്സിൽ കൊടുക്കാൻ പറ്റിയ ഇതാണ് അറ്റാച്ച് ചെയ്ത് കണ്ട് നമ്മളെ മൗണ്ടിങ് ബൈക്ക് മേലാണോ കൊടുക്കേണ്ടത് വെച്ചാൽ അതിൽ നോർമൽ ഷൂ ഹോൾഡറാണ് ഇതുള്ളത്. നമുക്ക് ഏത് മൗണ്ട് ഹെൽമെറ്റ് മേലെ ഇതിമേലൊക്കെ കൊടുക്കാം. പിന്നെ ഉള്ളത് ബാറ്ററിയാണ്, അല്ല ചാർജറാണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ചാർജറിൻ്റെ ചാർജർ കേബിൾ മാത്രമേ ഇതിൻ്റെ ഒപ്പം കൊടുക്കുന്നുള്ളൂ. സി ടൈപ്പ് ചാർജറാണ് കൊടുക്കുന്നത്. സി ടൈപ്പും USB കേബിളാണ് കൊടുക്കുന്നത്. പിന്നെ ചാർജർ കോറിലാണ് ഇട്ട് വരാം. കോറോട് ഇവിടെയാണ് ചാർജിങ് പോർട്ട് വരുന്നത്. അതിൽ ഇത് നമുക്കൊന്ന് ഉള്ളായിട്ടൊന്ന് അസംബിൾ ചെയ്തിട്ട് നമുക്ക് നോക്കാം. അപ്പം ഇതാണ് 4Kൻ്റെ ലെൻസും മെയിൻ ബോർഡും വരുന്നത്. 4K ആക്കുകയാണെങ്കിൽ ഇത് രണ്ടും കൂടി അറ്റാച്ച് ചെയ്യാം. നമുക്കിത് ആദ്യമൊക്കെ ഒന്ന് ക്ലീൻ ആക്കാം. ഈ സാധനമൊക്കെ ഒന്ന് ഒഴിവാക്കാം. നമുക്ക് ഈ മേലുള്ള ഗ്ലാസും കാര്യങ്ങളൊക്കെ കവറും കാര്യങ്ങളൊക്കെ ഇതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമില്ല. ഇതിനൊക്കെ വേറെ സാധനം തന്നെ വേണം പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് മെയിൻ ബോർഡ്, കോറ്, പിന്നെ 4K ഓക്കെ, ബാറ്ററി. ഇതാണ് ലോക്ക് ഇതിൻ്റെ ബാറ്ററി. ഇത് ബാറ്ററി റിലീസ് ചെയ്യാനും വേണ്ടി ചെയ്യേണ്ടത് ഈ സാധനം ജസ്റ്റ് ഇങ്ങോട്ട് നീക്കുക, സ്ലൈഡ് ചെയ്യുക, ഇങ്ങോട്ട് പൊക്കിയെടുക്കുക. ഇത് ഇടുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നേരെ ക്ലിപ്പായി കണ്ടു വരും. ഊരുമ്പോൾ മാത്രമേ ഇതിൻ്റെ ആവശ്യമുള്ളൂ റിലീസ് ചെയ്യാൻ. ഇതിന്മേൽ തന്നെ വാട്ടർ പ്രൂഫ് ഉള്ളതുകൊണ്ടാണ് ഇത്രയും ലോക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റബ്ബറും കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ കൊടുത്തിരിക്കണം. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. എനിക്ക് ചെറിയ പ്രൈസിന് കിട്ടിയതുകൊണ്ടാണ് ഞാനത് വാങ്ങിച്ചത്. ഇത് രണ്ടും കൂടിയും കിട്ടണ വലിയൊരു ഉപകാരം തന്നെയാണ്. ആമസോണിനെ ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഇതൊന്ന് ഓണാക്കി വെക്കാം. ഇതാണ് പവർ ബട്ടണ്. ഓക്കെ, പവർ ബട്ടൺ ഓണായപ്പോൾ സൗണ്ട് വരുന്നുണ്ട്. സാധനം ഓണായി. മെമ്മറി ഇല്ല എന്നാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഓക്കെ, ഇതിനാവശ്യമായിട്ടുള്ള മെമ്മറി ഏതാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ സെൽഫി മോഡൽ, ഏത് മോഡലും ആക്കാം. നമുക്ക് സെൽഫി മോഡലാണ് ഇങ്ങനെ ആക്കാം. ഇതിന്മേലാണ് സ്ക്രീനും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിപ്പം നമുക്ക് ബാക്ക് ക്യാമറ തന്നെ ആക്കാം. ഓക്കെ, ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താണോ ചെയ്യണമെന്ന് വെച്ചാൽ അത് കാണാൻ പറ്റും.
ഓക്കെ, നമ്മൾ ഒന്നും കൂടി ഓണാക്കുന്നു. പവർ ബട്ടൺ ഇവിടെ ഓണാവുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പം മെമ്മറി കാർഡ് ഇല്ല, ബാറ്ററി ഏകദേശം 30% ഉണ്ട്. ഇപ്പോൾ വീഡിയോ മോഡിലാണുള്ളത്. ഇതിൽ ഒന്നിക്കൽ വീഡിയോ, പിന്നെ ആക്റ്റീവ് HDR, ടൈം ലാപ്സ്, ടൈം ഷിഫ്റ്റ്, സ്ലോ മോഷന്, ലൂപ്പ് റെക്കോർഡിങ്, 6K വൈഡ് സ്ക്രീൻ ഉണ്ട്, പിന്നെ ബേസ്റ്റ് മോഡ്, സ്റ്റാർ എന്താ പറയുക നൈറ്റ് മോഡ്, പിന്നെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. HDR ഫോട്ടോ, ക്യാമറ, പിന്നെ വീഡിയോ. അപ്പം ഇതിങ്ങനെ ലൂപ്പായിട്ട് വരികയാണ്. പിന്നെ നമുക്ക് ഒഴിവാക്കണമെങ്കിൽ ഇപ്പോൾ ക്യാമറയിൽ തന്നെ വന്ന് നമുക്ക് സെറ്റിങ്സ് എടുക്കണമെങ്കിൽ ഇത് നേരെ അടിക്ക് മേലെ നിന്ന് അടിക്ക് സ്ക്രീൻ വലിച്ചിടുക. പിന്നെ ഇത് നമുക്ക് സ്റ്റെബിലൈസേഷൻ്റെതാണ്. ഇത് ഓൺ ആണോ ഓഫ് ആണോ എന്നൊക്കെ നോക്കുക. സ്ലോ ആണോ, സ്റ്റാൻഡേർഡ്, അങ്ങനെ കുറേ ഓപ്ഷൻ ഉണ്ട്. ഹൈയിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ ബ്രൈറ്റ്നെസ്സും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ബ്രൈറ്റ്നെസ് കുറഞ്ഞു കൂടി. ഓക്കെ, പിന്നെ ഇതിൽ ഇനിയും ഓപ്ഷൻ ഉണ്ട്. ഗ്രില്ല് വേണമെങ്കിൽ ഗ്രില്ല് വരുന്നുണ്ട്. ഓക്കെ, ഗ്രില്ല് ഇപ്പോൾ ഗ്രില്ല് വന്നാണ്. ഇതാണ് കാണണം. ഇതാണ് ഗ്രില്ലിൻ്റെ ഇത് വന്നാണ്. പിന്നെ ഓൾറെഡി നല്ല വെളിച്ചം ഉള്ളതുകൊണ്ടാണ് സ്ക്രീൻ അത്ര ക്ലിയർ ആയിട്ട് കാണാത്തത്, എന്താ മനസ്സിലാകാത്തത്. അത്യാവശ്യം വീഡിയോ ഒക്കെ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള വീഡിയോ തന്നെയാണ്. 4K 60 FPS 4K ഏതൊക്കെ നമുക്ക് മോഡൽ 24 ഫ്രെയിമിലാണ് ഇപ്പോൾ ഇത് നിൽക്കുന്നത്. 25, 30, 50, 60 ഫ്രെയിം വരെ 4Kയിൽ ഷൂട്ട് ചെയ്യാം. 2K അതുപോലെ തന്നെ 60യിൽ ഷൂട്ട് ചെയ്യാം. 1080pയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ 24, 25, 30, 50, 60. ഓക്കെ, അപ്പോൾ ഇത് ആക്ഷൻ ഇതാണ്. ഇപ്പം ഇതിൽ സ്റ്റെബിലൈസേഷൻ ഓണും ഓഫ് നോക്കണത് ഇവിടെ നോക്കിയാൽ മതി. ഇത് കൊടുത്താൽ സ്റ്റെബിലൈസേഷൻ ഓഫല്ല, ഇപ്പോൾ ഓഫായി. ഇപ്പോൾ സ്റ്റെബിലൈസേഷൻ ഓണായി. പിന്നെ ഏതിലാണോ നമുക്ക് വേണ്ട വെച്ചാൽ ഓക്കെ കൊടുക്കുക. ഇപ്പോൾ 60 ഫ്രെയിമിൽ 4K 60/9 ആണ് ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള മോഡ് ഓൺ ആയിക്കണേ. പിന്നെ ഇതിൽ ഇനിയിപ്പം നമുക്ക് ഷട്ടർ സ്പീഡ്, ISO ഇതൊക്കെ ഇതിൽ തന്നെ സൈഡിൽ നിന്ന് ഒരു സ്ലൈഡ് ചെയ്താൽ തന്നെ കിട്ടും. വൈറ്റ് ബാലൻസ്, ISO നമുക്ക് ഒരുപാട് കൂടിയാണ്. ഇതൊന്ന് കുറക്കാം. സോറി, ISO ഇവിടെ കുറച്ചാൽ മതി. ഇതിങ്ങോട്ട് മാക്സിമം പോകുന്നുണ്ട്, 4000 വരെ ISO ഉണ്ട്. ഓക്കെ, ISO ഓട്ടോ മുതൽ 100 മുതൽ 4000 വരെ ISO ഓപ്പൺ ഉണ്ട്. പിന്നെ ഷട്ടർ സ്പീഡ് ഇപ്പോൾ 60യിലാണ് ഉള്ളത്, അതുകൊണ്ട് 60 ആണ് അതിൽ കാണിക്കുന്നത്. അപ്പോൾ 60ൻ്റെ താഴേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ 60 ഷട്ടർ സ്പീഡ് കൊടുക്കണമെങ്കിൽ ഇപ്പോൾ നമ്മളെ ഫ്രെയിം റേറ്റ് വരുമ്പോൾ 120 ഷട്ടർ സ്പീഡും കൂടി കൊടുത്താലേ വീഡിയോക്ക് അതിൻ്റേതായിട്ടുള്ള ഇത് കിട്ടുള്ളൂ. പിന്നെ ഇത് ഏത് ലോഗിലാണ് ഷൂട്ട് ചെയ്യേണ്ടതെന്നുള്ളത് ഇത് മീഡിയം ഇതിലാണ് വരിക. അത് അത്ര ക്വാളിറ്റി ഉള്ള ഓപ്ഷനല്ല. ഇത് സ്റ്റാൻഡേർഡിലാണ് ഒന്നും കൂടി ക്വാളിറ്റി ഉണ്ടാകുക. പിന്നെ ഇത് ലോഗിലാകുമ്പോൾ പിന്നെ കളറ് വ്യക്തമായിട്ട് മനസ്സിലാവില്ല, കുറച്ച് എഡിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആക്ഷൻ ക്യാമറ ഇത് തന്നെയാണ് നല്ലത്. ഈ ഒരു സ്റ്റാൻഡേർഡിൽ ഇടുകയാണ് നല്ലത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഇതിൽ വേറെ നമ്മൾ മെമ്മറി വരുന്ന സ്ഥലം ഇവിടെയാണ്. ഈ സാധനം ജസ്റ്റ് ഒന്ന് അങ്ങനെ പ്രസ് ചെയ്യുക, തിരിച്ചെടുക്കുക. ഇതിലാണ് ചാർജിങ്ങും ചെയ്യൽ. മെമ്മറി ഇടണമെങ്കിൽ ചില സമയത്ത് ഇത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഊരിയെടുക്കുക, ഇത് ഹോളിലേക്കൊന്ന് തിരിച്ചിട്ടാൽ മതി. ഇത് വലിയ പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഈ സാധനം പൊട്ടിപ്പോകാതെ നോക്കണം. ഇനി നമുക്ക് Insta360ൻ്റെ ക്യാമറ 360 ക്യാമറ തന്നെ നമുക്ക് നോക്കാം, ഇതെങ്ങനെ അറ്റാച്ച് ചെയ്യില്ല എന്നുള്ളത്.
ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം തന്നെയാണ്. ഈ രണ്ട് ഇത് ഉള്ളത് നോക്കിയാൽ ഇത് കറക്റ്റ് തന്നെ ഓപ്പൺ ആവും, ഇത് ലോക്കായി കണ്ട് മാറും. അപ്പോൾ ഇതിൻ്റെ കോറും ഇതും ഓപ്പൺ ആയി. ഇത് പിന്നെ രണ്ട് സൈഡിൽ ക്യാമറ ഉള്ളതുകൊണ്ട് നമുക്ക് മറിച്ചും തിരിച്ച് വെക്കേണ്ട ആവശ്യമില്ല. ഈ ഭാഗം അടിയിലേക്ക് വരുന്നത് മാത്രം നോക്കിയാൽ മതി, അതെല്ലാം ഞാൻ സൂട്ടാവില്ല. ഇതിങ്ങനെ ഇതിന്മേൽ കണക്റ്റ് ആവും, പക്ഷേ ബാറ്ററി അറ്റാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. ബാറ്ററിക്ക് ഈ രണ്ട് ക്ലിപ്പ് ഉള്ളത് അടിഭാഗത്ത് തന്നെ വരണം, എന്നാൽ മാത്രമേ ബാറ്ററി 360 ക്യാമറയ്ക്ക് ഇത് വർക്കാവുള്ളൂ. അപ്പം ഈ കോറ് ഇതിന്മേൽ അടിഭാഗത്താണ് വരുന്നത് നോക്കിയിട്ട് ഇത് രണ്ടും അറ്റാച്ച് ചെയ്യാം. ഇത് മാത്രമേ ഇതിൽ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടുള്ളൂ. അപ്പോൾ വേറൊന്നുമില്ല, ഇതൊക്കെ വാട്ടർ പ്രൂഫ് തന്നെയാണ്. അത്യാവശ്യം സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ ഇതിലും ഇത് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് കണക്ട് ചെയ്ത് നോക്കുക ബാറ്ററി. ഓക്കെ, ക്ലിപ്പ് ലോക്കായി. ബാറ്ററി നമ്മളിത് ജസ്റ്റ് ഒന്ന് ഓണാക്കി വെക്കുക. സിഗ്നൽ കാണിച്ച് ഓണായി നിന്നല്ലേ. ഓക്കെ, നമ്മളെ കൈ കാണുന്നുണ്ട്. ഇതിലിപ്പം എന്താ പറയുക, ടു സൈഡ് ഒരുമിച്ച് കാണാൻ പറ്റില്ല, പക്ഷേ അത് ആപ്പ് വഴി ചെയ്താൽ മാത്രമേ ഈ രണ്ട് സൈഡിലുള്ള ക്യാമറയും കൂടി വർക്കാവുള്ളൂ. റെക്കോർഡാവും, പക്ഷേ നമ്മളെ ഫ്രണ്ട് സൈഡിലുള്ള ക്യാമറയാണ് ഇപ്പോൾ കാണുന്നത്. ബാക്ക് സൈഡിലുള്ള ക്യാമറ ഇപ്പം വർക്കിങ് ഇതിൽ ഡിസ്പ്ലേയിൽ കാണുന്നില്ല. അപ്പോൾ ഇതിൽ എന്തായാലും സോഫ്റ്റ്വെയർ വേണം, എന്നാലേ ഇതിന് 360ൻ്റെ ക്യാമറ അതിൽ വൈകാണ്ടാണ് നമുക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഏത് ഫ്രെയിമാണോ വേണ്ടത് അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു മെമ്മറി ഇല്ല, മെമ്മറി ഒക്കെ ഇട്ടിട്ട് ഞാൻ മെമ്മറി ഇടില്ല, എങ്ങനെ ഏത് മെമ്മറി ഇതിന് വേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ നമ്മളിപ്പോൾ രണ്ടാമതും 4K കണക്ട് ചെയ്തു. 4K ലെൻസാണ് കണക്ട് ചെയ്തതിന്. അപ്പോൾ ഇതിന് പിന്നെ സോഫ്റ്റ്വെയർ വേണ്ട ആവശ്യമില്ല, നമുക്ക് ഇതിൽ തന്നെ ക്ലിയർ ചെയ്യാം. ഇതിൽ എടുക്കുന്ന വീഡിയോ ഇതിൽ തന്നെ നമുക്ക് റീപ്ലേ ചെയ്തൊന്ന് നോക്കാം. ഇതിൽ മെമ്മറി ഇടണതിൻ്റെ മുന്നേ ഏത് മെമ്മറി ഞാൻ ഉപയോഗിക്കണമെന്ന് കാണിച്ചു തരാം. ഞാൻ സാൻഡിസ്കിൻ്റെ ഈ മെമ്മറിയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് 128 GB, അത്യാവശ്യം സ്പീഡായിട്ടുള്ള മെമ്മറി തന്നെയാണ്. പിന്നെ എക്സ്ട്രീം ഈ സാധനമാണ് ഉപയോഗിക്കുന്നത്. ഇതാകുമ്പോൾ ഹീറ്റായിരുന്നു പ്രശ്നമില്ല. അത്യാവശ്യം 4K റെക്കോർഡിങ്ങുള്ള A2 V30 മെമ്മറി കാർഡാണ് കാണിക്കുന്നത്. അത്യാവശ്യം ഹീറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ചെറിയ മെമ്മറി, ലോക്കൽ മെമ്മറി ഒക്കെ ഇട്ടാൽ ഇത് അത്യാവശ്യം ഹീറ്റിങ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഹീറ്റിങ് വന്നു വിചാരിച്ചാൽ ഈ മെമ്മറി കംപ്ലൈൻറ്റ് വരില്ല. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി മെമ്മറിയാണ്. ഇങ്ങനത്തെ മെമ്മറി കാർഡും മൈക്രോ മെമ്മറി കാർഡും ഇതിന് നിർബന്ധമായിട്ട് വേണം, അല്ലാഞ്ഞാൽ ഈ സാധനം കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരം ഉണ്ടാവില്ല. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള മെമ്മറി തന്നെ ഇതിനു വേണ്ടി ഉപയോഗിക്കാം. എന്തായാലും ഞാൻ മെമ്മറി ഇട്ടിട്ട് കാണിച്ചു തരാം. ഇതൊന്ന് മെമ്മറി ഓപ്പൺ ആക്കിയിട്ട് മെമ്മറി ഇടേണ്ട സ്ഥലം ഇതാണ്. ഈ സാധനം ഊരിയെടുക്കുക. മെമ്മറി ഇടേണ്ട രീതി എങ്ങനെയെന്ന് ഇതിന്മേൽ തന്നെ സിമ്പിൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ മെമ്മറി മലർന്നാണ്ടാണ് ഇടേണ്ടത്. അപ്പോൾ ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ സിമ്പിൾ കാണുന്നത്. പിന്നെ സ്പ്രിങ് ആവശ്യമുണ്ട്. അപ്പോൾ അത് കറക്റ്റ് ലോക്ക് ആവുകയാണെങ്കിൽ അവിടെ കറക്റ്റായിട്ട് സീറ്റിങ്ങനെ നിൽക്കും. ഈ ഭാഗമൊക്കെ വാട്ടർ പ്രൂഫാണ്. ആ വാട്ടർ പ്രൂഫിനാണ് ഈ സാധനത്തിൽ റബ്ബറൊക്കെ കൊടുക്കുന്നത്. ഇതൊന്നും കംപ്ലൈൻ്റ് ഇല്ലാതെ നോക്കണം, അല്ലാതെ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ വെള്ളം കയറും. പിന്നെ ടൈപ്പ് C ആണ് ഇതിൻ്റെ ചാർജിങ് കേബിൾ വരുന്നത്. ജസ്റ്റ് അതും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. നോർമലി ഇതിൽ കുറച്ച് ചാർജ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു പവർ ബാങ്കാണ് ഇതിപ്പോൾ കണക്ട് ചെയ്യാൻ കൊടുക്കുന്നത്. കേബിളൊക്കെ കണക്ഷൻ കൊടുക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇതാകുമ്പോൾ കറക്റ്റ് വോൾട്ട് തന്നെയാണ് ഇത് വരുന്നത്.
സാധാ മൊബൈൽ ചാർജറും ഇതിന് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് മൊബൈൽ ചാർജർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ചാർജ് കയറുന്നുണ്ട്. ചാർജ് കയറുന്ന സിമ്പിൾ ഇവിടെയും കാണിക്കുന്നുണ്ട്, ഇവിടെയും കാണിക്കുന്നുണ്ട് ഈ റെഡ് ലൈറ്റ്. അതുപോലെ തന്നെ ഇത് ഓണാക്കിയിട്ടില്ല, ഓണാക്കുന്നതിൻ്റെ മുന്നേ ആണ് ഇപ്പോൾ ഇത് ഇങ്ങനെ കാണിക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഓണം ബട്ടൺ കൊടുത്തു നോക്കുക, പവർ ബട്ടൺ കൊടുത്തിട്ട് ഒന്ന് ഓണാക്കി നോക്കാം. ഇത് ഓണാക്കുമ്പോൾ ഒരു ചെറിയൊരു സൗണ്ട് വരുന്നുണ്ട് ഓണായി എന്നുള്ളതിൻ്റെ. ഓക്കെ, ഇപ്പം മെമ്മറി ഇതിലുണ്ട്. മെമ്മറി ഓൾറെഡി കുറച്ച് റെക്കോർഡായ മെമ്മറിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി 43 മിനിറ്റ് ഇതിൽ 4K 60 ഫ്രെയിം സെക്കൻഡിൽ വീഡിയോ ഷൂട്ട് ചെയ്യാം. ഇനി ഇതിൽ നമുക്ക് മാറ്റണമെങ്കിൽ ഇനിയും അവസരമുണ്ട്. അപ്പം 4K തന്നെ 50 ഫ്രെയിം സെക്കൻഡ് ആണെങ്കിൽ അതിനൊക്കെ മെമ്മറി അത്യാവശ്യം കാണിക്കും. ഇപ്പോൾ 24 ഇപ്പോൾ മെമ്മറി കാണിക്കുന്നത്. അപ്പോൾ 59 മിനിറ്റ് ഈ ഒരു റെസൊല്യൂഷനിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാം. ഓക്കെ, 60 ഫ്രെയിം ആയപ്പം 47. അങ്ങനെ ഓരോ റെസൊല്യൂഷനനുസരിച്ച് മെമ്മറി കൂടുതൽ MB എടുക്കുന്നതാണ്. പിന്നെ ജസ്റ്റ് നമ്മളൊന്ന് വീഡിയോ ഒന്ന് റെക്കോർഡ് ചെയ്ത് നോക്കാം. വീഡിയോ റെക്കോർഡിംഗ് ബട്ടണ് ഇതാണ്. ഓക്കെ, നമ്മൾ വീഡിയോ റെക്കോർഡ് ആയിട്ടുണ്ട്. ഇവിടെ വീഡിയോൻ്റെ ഇത് കാണിക്കുന്നുണ്ട്. പിന്നെ ചാർജിങ് ഓൾറെഡി ഇവിടെ ചാർജിങ്ങിൻ്റെ സിമ്പിൾ ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മൾ 360ൻ്റെ ഈ ബോക്സിനൊന്ന് ഫോക്കസ് ചെയ്തെടുത്ത് നോക്കാം. വീഡിയോയിൽ ഞാൻ അതിൽ കാണുന്നുണ്ട് കുറേയൊക്കെ. ഓക്കെ, നമ്മൾ ഈ വീഡിയോ ഒന്ന് സ്റ്റോപ്പ് ബട്ടൺ തന്നെയാണ് ഇതൊന്ന് കൊടുത്തപ്പോൾ ആ വീഡിയോ റെക്കോർഡായി. ഞാൻ വീഡിയോ തിരിച്ചെടുക്കണമെങ്കിൽ നമുക്ക് ഈ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയാൽ മതി. ഇവിടെ ഇപ്പം എടുത്ത വീഡിയോ ഉണ്ട്, അതെന്താണ് നമുക്കൊന്ന് കണ്ടുനോക്കാം. ഈ സ്പീക്കറിലൂടെ ഇവിടുന്ന് ഇതിൻ്റെ വീഡിയോ കാണുന്നുണ്ട്, എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞതെന്നുള്ളതൊക്കെ ഈ വീഡിയോയിൽ റെക്കോർഡ് ചെയ്ത് ഇതിൽ തന്നെ നമുക്ക് കാണാം. അതിൻ്റെ ഇപ്പം നിലവിൽ എടുത്ത വീഡിയോ റീപ്ലേ ആയിക്കാണ്ട് നമുക്ക് കാണാം. അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എന്തൊക്കെയുള്ളതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ഒന്നുകൂടി ഒന്ന് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ ഞാൻ ഉദ്ദേശിച്ചത്. ഇനി എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജായിട്ട് കമൻ്റായിട്ട് ചോദിക്കാം, ഞാൻ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ 360ൻ്റെ ആപ്പ് എൻ്റെ ഫോണിൽ ഇപ്പോൾ വർക്ക് ചെയ്യണില്ല, അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് കാണിക്കാത്തത്. അതും ഇതുപോലെ തന്നെയാണ്. തീർച്ചയായിട്ടും ആ ആപ്ലിക്കേഷൻ ഞാൻ എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു വേറെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഇതിന് വാങ്ങിച്ചിട്ടുള്ള ആക്സസറീസ് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കേണ്ടത്. ഇത് ഒരുപാട് ലെങ്തി ആയിരിക്കണം ഈ വീഡിയോ. അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ എന്തായാലും പെട്ടെന്ന് തന്നെ വരുന്നുണ്ട്. വേറൊരു വീഡിയോ ആയിട്ട് ഒരുപാട് സാധനം ഞാൻ അതിന് വേണ്ടി ആക്സസറീസ് വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഗുഡ് ബൈ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോയ്ക്ക് വേണ്ടി ലൈക്ക് അടിക്കുക.